ഇപ്പോൾ കെ ജി ഷൈൻ്റെ ഭർത്താവ് നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പോൾ മൊഴിയെടുപ്പ് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. മൊഴിയെടുപ്പിൻ്റെ സമയത്ത് തെളിവുകൾ കൈമാറുന്നുണ്ടോ? മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ സൈബർ ഇടത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുടെ URL നമ്പർ ഉൾപ്പെടെയുള്ളവയാണ് നമ്മൾ കൈമാറുന്നത്. കാരണം വെറുതെ ഒരു വ്യക്തിയുടെ പേരോ സ്ക്രീൻഷോട്ടോ കൊടുത്താൽ നടപടി എടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന പരമാവധി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പോലീസിന് കൈമാറുന്നത്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അത് ഓരോന്ന് പരിശോധിച്ച് ഓരോന്ന് എഴുതിയെടുക്കുന്നതിനും ടൈപ്പ് ചെയ്തെടുക്കുന്നതിനും സമയമെടുക്കും. കാരണം URL നമ്പർ ഉൾപ്പെടെ കുറച്ച് ദീർഘമുള്ള കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ല ഇതിന് പിന്നിൽ, ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കേട്ടിരുന്നില്ല. എന്താണ് അക്കാര്യത്തിലുള്ള പ്രതികരണം? ഈ ഒരു വിഷയം ആദ്യമായി പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ കുറച്ച് മുമ്പ് മീഡിയ വണ്ണിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതാദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്ന CK ഗോപാലകൃഷ്ണൻ, പുറത്തുവിട്ട CK ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വാളിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം ഇവിടുത്തെ മണ്ഡല സെക്രട്ടറി ആണെന്നാണ്, കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി ആണെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൻ്റെ ചുമതലക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധിയായ പോസ്റ്റുകളാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും നാട്ടിൽ കോൺഗ്രസുമായി ബന്ധമുള്ള വ്യക്തികളാണ് ഇതിന് കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ BR ഗഫൂർ ഉൾപ്പെടെ അതുപോലെ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാർ പോലും അതുപോലെ തന്നെ ഔദ്യോഗികമായ സ്ഥാനം വഹിക്കുന്നവർക്ക് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ലഭ്യമാണെന്ന് എനിക്കറിയില്ല. ഇന്നലെ കണ്ടതാണ്, പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും സംഘടനകളിലും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന പലരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്ന അത്തരം സൈബർ ആക്രമണത്തിൽ താൻ അനുകൂലമല്ല എന്നുള്ളതാണ്. DCC പ്രസിഡന്റിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ടീച്ചറിനെതിരായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ നിന്നും വലിയ രീതിയിലുള്ള, അതായത് മോശമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വാസ്തവം തന്നെയാണ്. നാളിതുവരെ എല്ലാവരും തമ്മിൽ സൗഹാർദ്ദപരമായിട്ടാണ് പറവൂരിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ആക്രമണം നമുക്കറിയാം. അതായത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വളരെ മ്ലേച്ഛമായ ചില പോസ്റ്റുകളാണ് വന്നത്. അത് സാധാരണത്തോട് പോയിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവാനുള്ള കാരണം? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫേസ്ബുക്കിൽ ചിലപ്പോൾ നമുക്ക് അഭിപ്രായം വിയോജിപ്പുകളുണ്ടാകും, രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ടാകും, ആശയപരമായ വിയോജിപ്പുകളുണ്ടാകും. ആ വിയോജിപ്പുകളൊക്കെ പ്രകടിപ്പിക്കുകയും ചില പോസ്റ്റുകളുടെ അടിയിൽ നമ്മൾ കമൻ്റ് ഇടുകയും ചിലപ്പോൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയും തർക്കിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു വ്യക്തിപരമായി ആക്ഷേപിക്കുക, അത് ആക്ഷേപിക്കാതെ അങ്ങനൊരു ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഒന്നുമില്ല എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കും, നമുക്കറിയാമല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MLA ബന്ധപ്പെട്ടുകൊണ്ട്, ഞാൻ പേരൊന്നും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു MLA ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. സാധാരണ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ കൂടെ നിൽക്കുന്നവർ പോലും അംഗീകരിക്കാത്ത രീതിയിൽ, സാധാരണ മനുഷ്യർ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരിക്കാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പുതിയ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിൽ അംഗീകാരമുള്ള, നാളെ ഇതുവരെ ഒരു എതിർപ്പും ഇതുവരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് മറ്റുള്ളവർക്ക് പറയാൻ കഴിയാത്ത അംഗീകാരമുള്ളൊരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും കുറേ സമയത്തേക്കെങ്കിലും തങ്ങൾക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞേക്കുമോ എന്നുള്ളൊരു ആലോചന ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഞാനൊരു വലിയ ഒരു പൊതുപ്രവർത്തകനൊന്നുമല്ല, ഞാനൊരു സർവീസ് രംഗത്ത് നിന്ന് ഒരാളാണ്. സ്വാഭാവികമായിട്ട് ഇതിങ്ങനെയൊക്കെ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിലൊന്നും പേരൊന്നും പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഞാനിപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മക്കളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ പറ്റിയൊരു പ്രത്യേകം ഇന്നാളാണെന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് ഷാജഹാൻ്റെ ഒരു യൂട്യൂബിലൊരു വീഡിയോ വന്നു.
ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ചും കൂടി വ്യക്തമായി. പക്ഷെ അപ്പോഴും നമ്മളെ പരാമർശിക്കുന്നില്ല. അതും വിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കത് കിട്ടുന്നത് ഇന്നലെ രാത്രിയാണ്, മിനിയാന്നല്ല രാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഞാൻ പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ വിഷയം കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും കഴിഞ്ഞ് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ രൂപം മാറുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പോസ്റ്റുകളെന്ന് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ 10, 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് കുറേ കൂടെ, അതായത് സാധാരണ ചില മരുന്ന് കൊടുക്കുന്നു, അത് ചെറിയ ഡോസ് കൊടുക്കും, പിന്നീട് അതിന് കൂടി കൊടുക്കുന്ന പോലെ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു പൊതുസമൂഹത്തിലെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ശരിക്കും വ്യക്തിഹത്യയും അതുപോലെ തന്നെ നമ്മളെ ഒരു ഡീമോറലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നത്. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും, മനുഷ്യത്വമുള്ള ആരാണെങ്കിലും സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമം തോന്നാറുണ്ട്. പക്ഷേ നമുക്കിത് ആലോചിക്കുമ്പോൾ എങ്ങനെ റിക്കവർ ചെയ്യേണ്ടതുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ ഉടനെ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെടുകയും പാർട്ടി ഏരിയ സെക്രട്ടറി ടി വി ഉൾപ്പെടെയുള്ളവർ, പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറവൂർ എത്തിച്ചേരുകയും ഇതുമായി തുടർന്നെടുക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും അതനുസരിച്ച് നമ്മൾ സൈബർ സെല്ലിൽ കേസ് കൊടുക്കൂ, വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു. ഇന്നലെ രാത്രി തന്നെ അതിലിടപെടുകയും നമ്മുടെ ആവശ്യമായവരെ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ FIR അറിയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ മൂത്തവർ 2 ആൺകുട്ടികളാണ്. അതിൽ ഒരാളിപ്പോൾ ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇളയൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടുപേരായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നു. ഇളയകുട്ടി സർവീസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, കാരണം ഈ നാട്ടിൽ നിങ്ങൾ ഷൈൻ ടീച്ചറെ അറിയുന്ന പോലെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം സാധാരണ ആരും മുഖവിലക്കെടുക്കില്ല, അറിയുന്നവരാരും മുഖവിലക്കെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ രീതി പൊക്കോട്ടെ, വേറെ കൂടുതലൊരു ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പോകേണ്ടത് നിയമ നടപടിക്ക് പോകണം. പക്ഷേ മറ്റു രീതിയിലുള്ള പ്രചോദനങ്ങളിലേക്കൊന്നും പോകേണ്ട. സ്വാഭാവികമായിട്ട് നമ്മൾ അവരോട് ചോദിക്കാനോ പറയാനൊന്നും പോകേണ്ടതില്ല. നമുക്ക് നിയമ നടപടിയിലേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തതാണ്. പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലൊരു കുഴപ്പം, സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകളും അതുപോലെ തന്നെ അപഖ്യാതി ഉണ്ടാക്കുന്ന പോസ്റ്റുകളും എന്നിട്ട് വലിയ ശിക്ഷയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഒരാളുടെ വ്യക്തിപരമായ ആക്ഷേപമോ മറ്റും ഉണ്ടെങ്കിൽ ഉയർന്ന ശിക്ഷ കിട്ടുമെന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒരു ശ്രദ്ധയുണ്ടാവും. ഇതിപ്പോൾ അത്ര വലിയ ശിക്ഷയില്ല എന്നാണ് ഞാൻ നിയമപരമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒരാളെ എത്രയും മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ ആരും ആയിക്കോട്ടെ, ഉയർന്ന ആളുകളെ കുറിച്ച് ഇടാറുണ്ട്, സാധാരണക്കാരെ കുറിച്ച് കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും പരമാവധി അധിക്ഷേപം നിലക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും നമ്മൾ അടുത്ത ഘട്ടം നിലക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പുരോഗമിക്കുകയാണ്. അതിനുശേഷം കുടുംബം മാനനഷ്ട കേസും നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്.